പക്ഷെ അവിടെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച അത് പരിശോധിക്കണം. നിശ്ചയമായും റഡാർ എത്തിക്കാനായാൽ ഈ തെരച്ചിൽ ഊർജിതമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് സംഭവ സ്ഥലത്തുള്ള അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ന്യൂസ് 18 പറഞ്ഞത്. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് ജിതിൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തി വിടുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണെന്നും ജിതിൻ തൊട്ടു മുമ്പ് ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജിതിൻ, എങ്ങനെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നത്? ഇന്നത്തെ സാഹചര്യം ഇപ്പം ഇവിടെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇതുവരെ SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ജസ്റ്റ് വെയിറ്റ് ഫോർ മീ അങ്ങനെയാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്താണ് സാഹചര്യം. ഇപ്പം എന്ത് രീതിയിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് അറിയില്ല. കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കുറച്ച് ദൂരമല്ലേ, 2 കിലോമീറ്റർ ഇനി അങ്ങോട്ട് ഉള്ളോട്ട് പോകണം. അപ്പോൾ അറിയില്ല ഇനി എന്താ അവിടെ സംഭവിക്കുന്നുള്ളത്. ഇന്നലത്തെ ഒരു പരിശോധന വലിയ തോതിൽ ആക്ഷേപം ഉയർന്നിരുന്നതാണ്. അത് എങ്ങനെയാണ് ഇന്നലെ ശരിക്കും കാര്യക്ഷമമായിട്ട് നമ്മുടെ ഈ ന്യൂസിന്റെയും നമ്മുടെ നാട്ടിലെ ഈ ഗവൺമെന്റിന്റെയും ജനപ്രതിനിധികളുടെ ഇടപെടൽ മൂലം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. IG സാർ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുണ്ടായത്. നമുക്കൊരു കോൺഫിഡൻറ്റ് തോന്നിയത് ഇന്നലെയൊക്കെ ആ വണ്ടിയിൽ പ്രതീക്ഷിക്കുന്നത് കുറച്ച് മണ്ണൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി അപ്പോഴേ പിന്നെ നമ്മളൊക്കെ അവിടെ പറഞ്ഞയച്ചു. ഇപ്പോഴും പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ GPS സംവിധാനം ലഭിക്കുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ പറഞ്ഞത്. നമുക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഉണ്ട്, ഞാൻ പ്രതീക്ഷ അവനെ ജീവനോട് തിരിച്ചു കിട്ടുന്ന 100% വിശ്വാസമുണ്ട്. ജീവന്റെ എന്തെങ്കിലും കണിക നിലനിർത്താനുള്ള അത് അർജുനാണ് നിലനിർത്തുക. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംവിധാനങ്ങൾ ഇന്നലെ മുതലാണെന്ന് പറഞ്ഞു. എത്രത്തോളം ഇപ്പോൾ സജീവമായി ഉണ്ട്? കേരളത്തിൽ നിന്നുള്ള സംവിധാനം എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, അതുപോലെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇടപെടൽ എല്ലാവരും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ടിലെ റിയാലിറ്റിയിൽ നമുക്കത് അത്രത്തോളം ഒരു എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ടാവും എല്ലാവരും അവരുടെ രീതിയിൽ ശ്രമിക്കും. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു ആള് പറഞ്ഞത് കൊണ്ടോ ഇന്നാൾ പറഞ്ഞത് കൊണ്ടോ ഇല്ലാന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വലിയ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കും. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും പങ്കുവെച്ചിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ മാത്രം അവരെന്തെങ്കിലും പറയും. നമ്മൾ 2-3 ദിവസമായിട്ട് തന്നെ എന്തെങ്കിലും വണ്ടിയുടെ അപ്ഡേഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ പോയി ചോദിക്കുമ്പോൾ അവരില്ലാന്ന് പറയും. ചിലപ്പോൾ പറയും, കുറച്ച് ആൾക്കാർ ഇത് ഇവിടെയാണ് പറയും, അല്ല അത് അവിടെയാണ് പറയും, ചിലപ്പോൾ പുഴയിലേക്കാണ് പോയതെന്ന് പറയും. അങ്ങനെ നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ എക്സാക്റ്റ് ലൊക്കേഷൻ ആദ്യം വന്നന്ന് മുതലേ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കൊടുത്ത ആ ലൊക്കേഷൻ അതിനപ്പുറം വലിയൊരു തെരച്ചിൽ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിനുശേഷം ഇന്നലെ വന്നിട്ട് അവര് പിന്നെ ലാസ്റ്റ് റിങ് ചെയ്തല്ലോ, ആ ലൊക്കേഷൻ വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ട്. കോൾ ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് അത് ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് സംഭവം. ഇപ്പോൾ ആ ഒരു ഇതിലാണ് അവർ തുടങ്ങുന്നത്. അവിടെ ഉണ്ട് ഉറപ്പിച്ചത് ഇത് കാരണം. കുടുംബത്തിന് ഇപ്പോൾ ആരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്? കുടുംബത്തിൽ ഞാനുണ്ട്, അർജുന്റെ അനിയനുണ്ട്, അർജുന്റെ ഒരു കസിനും ഉണ്ട്. അതാണ് എന്തായാലും അർജുൻ ജീവനോടെ തന്നെ തിരിച്ച് വരും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുമുള്ളത്. ഒപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നതും. ബൈജു സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയിൽ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. ബൈജു, ഇപ്പോൾ അർജുന്റെ സഹോദരി ഭർത്താവെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഒരുപാട് പ്രതീക്ഷയുണ്ട് അവർക്ക്. ആ പ്രതീക്ഷയിൽ തന്നെ അവർ തുടരുകയും ചെയ്യുകയാണ്. നമ്മൾ ഇനി ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നു ഉച്ചയോടുകൂടി ആ ലോറി അതിലേക്ക് തെരച്ചിലെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. അവരങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവച്ചത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു എന്തെങ്കിലും വിശദീകരണത്തിന്റെയോ അറിയിപ്പിന്റെയോ അടിസ്ഥാനത്തിലാണോ? പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങൾ അവർ പങ്കുവച്ചത്. അവർക്ക് ഈ സംഭവ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു അവർ എത്തിയിരുന്നത്. പക്ഷെ അവർക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ കടക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ കുടുംബത്തിലെ ജിതിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവാണ് ജിതിൻ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇവരെയൊക്കെ ഈ പ്രദേശത്ത് കടത്തിവിട്ടിരുന്നു. ഇവരുടെ
അഭിപ്രായങ്ങളും സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് യാദൃശ്യമായി എല്ലാവരെയും തടയുന്ന ഒരു സാഹചര്യം. അത് എന്താണ് ഈ സ്ഥിതി, നിലവിലെ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിലേറ്റവും പ്രധാനം ഈ MBD ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തിയാൽ ഒരു പക്ഷേ ഈ തെരച്ചിലിന് അത് വലിയ സഹായകരമാവും. ഒപ്പം നേരത്തെ സൈബർ വിദഗ്ധരും എത്തിയിരുന്നു. അവർക്കും ഈ ഫോണും മറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അവർക്ക് ലൊക്കേഷൻ ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. വളരെ നിരാശയോട് കൂടിയാണ് ആ ഉദ്യോഗസ്ഥൻ, നമുക്ക് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്, പ്രേംസദൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് കാസർഗോഡ് നിന്നുള്ള. അദ്ദേഹം വളരെ നിരാശയോടെ തിരിച്ചു പോകുന്നതാണ് കണ്ടത്. അദ്ദേഹം പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്, തിരിച്ചു വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അവർക്ക് ഏതായാലും ഈ സംഭവ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്, കാര്യങ്ങൾ കൂടുതൽ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സാധിച്ചിട്ടില്ല. എന്തായാലും എന്താണ് ഇപ്പോൾ തിരച്ചിൽ, എത്രത്തോളം തിരച്ചിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നിലവിലില്ല. എന്തായാലും വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒരുക്കിയിട്ടുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്തരത്തിൽ റഡാർ പോലുള്ള സംവിധാനങ്ങൾ എന്തായാലും ഇന്ന് എത്തും എന്നും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കുടുംബങ്ങൾക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് വലിയ സഹായകരമാവും. ഇത് കണ്ടെത്താൻ, ലോറി കണ്ടെത്താൻ ഏതെങ്കിലും തരത്തിൽ ഈ മൺകൂരിയുടെ താഴെത്തട്ട് അടിഭാഗത്താണ് ഉള്ളതെങ്കിൽ ഈ മണ്ണ് നീക്കി അത് എത്രത്തോളം പ്രായോഗികമാണ് ഇത് കണ്ടുപിടിക്കുക എന്നത് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ റഡാർ ഉപയോഗിച്ച് കൃത്യസ്ഥലം കണ്ടെത്തിയാൽ ആ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ജിതിന്റെ ഈ അർജുന്റെ ഈ ലോറിയും സഞ്ചരിച്ച ലോറി അർജുനെയും കണ്ടെത്താൻ കഴിയും എന്നാണ് പൊതുവെ ഇവിടെ നിന്നും അഭിപ്രായം വരുന്നത്. എന്തായാലും ആ തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അല്പസമയത്തിനകം ഈ റഡാറൊക്കെ സംവിധാനങ്ങളൊക്കെ എത്തിയാൽ മാത്രമേ അത്തരം തെരച്ചിലേക്ക് കാര്യങ്ങൾ നടക്കൂ. കൂടുതൽ പേർ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്, അവരെയും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു തെരച്ചിലാണ് നടക്കേണ്ടതും. എൽദോ, തെരച്ചിൽ ആ മണ്ണിനടിയിൽ അത് ഇനിയും നടക്കേണ്ട സാഹചര്യമാണ്. എന്താണെങ്കിലും അർജുന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട്, അർജുന്റെ സുഹൃത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ബൈജു പ്രതീക്ഷയോടെ ഒരു നാട് മുഴുവൻ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ എത്രമാത്രം അടിയിലാണ്, ഈ എത്രമാത്രം ഉയരത്തിലാണ് മണ്ണ് നിലനിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ബൈജുവിനെ നേരിട്ട് പോയി കാണാൻ കഴിഞ്ഞില്ല എന്നറിയാം, എങ്കിൽ പോലും അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എത്രമാത്രം ഉയരത്തിൽ ആ മണ്ണിങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ കുന്ന്, ഒരു വലിയ മണ്ണിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടോ? ഇത്രമാത്രം സമയമെടുത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ പാകത്തിന്? ഈ മുഴുവൻ മണ്ണ് നീക്കി പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ അർജുനെ കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമാണ്. അത്തരത്തിൽ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുന്ന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസ്ഥലം ആദ്യം കണ്ടെത്തുക. ഏത് ഭാഗത്താണ് ഈ വാഹനം, ഈ ലോറി, അർജുന്റെ ലോറി ഉള്ളത് എന്ന് കൃത്യമായി കണ്ടെത്തിയാൽ അത് വളരെ എളുപ്പത്തിൽ ആ പ്രദേശത്ത് മാത്രം മണ്ണ് നീക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഉള്ളത് അങ്കോള ഭാഗത്താണ്. ഇതിന് നേരെ മറുഭാഗത്തായി മംഗളൂരിൽ നിന്നും വരുന്ന ഭാഗത്തും ഇതേ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ട്. അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളും നടക്കുന്നുണ്ട്. ഈ ഞാൻ ഇപ്പൊ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് ഈ അർജുന്റെ വാഹനം ഇത്തരത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം. പക്ഷേ അതും ആ മണ്ണ് മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ല. അത്തരത്തിൽ ഏതെങ്കിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ ആശങ്കയ്ക്കാണ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയും വൈകരുത്. കാരണം ഇപ്പോൾ തന്നെ 4 ദിവസമായിരിക്കുന്നു ഇത്തരത്തിൽ കാണാതായിട്ട്. മണ്ണിനടിയിൽ അത്തരത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ 4 ദിവസമായി ഇപ്പോൾ ഈ അർജുൻ ഇത്തരത്തിൽ കഴിയുന്നതെങ്കിൽ അത് വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ അത്തരത്തിൽ വളരെ വേഗതയിൽ തന്നെ ഉണ്ടായാൽ മാത്രമേ ഈ ഏതെങ്കിലും ഒരു നല്ലൊരു വാർത്ത നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഏതായാലും അത്തരം നല്ല വാർത്തക്കായി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്, നാടും കാത്തിരിക്കുന്നത്, ഇവരുടെ കുടുംബവും കാത്തിരിക്കുന്നത്. എൽദോ, ആ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അർജുനെ കാത്ത് ഒരു നാട് മുഴുവൻ ഉറ്റുനോക്കുകയാണ്. വലിയ ദൗത്യമാണ് ഇനി അവിടെ മുന്നിലുള്ളത്. പക്ഷേ ദൗത്യം വൈകിപ്പോയോ എന്നുള്ള ആശങ്ക മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുടെ ഒരു നേരിയ നൂലുകൊണ്ട് നമ്മൾ ഉറ്റുനോക്കുന്നു ആ ശിരൂരിലേക്ക്. നേരത്തെ ആകാമായിരുന്നു ആ രക്ഷാപ്രവർത്തനം. അവിടെ വലിയ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബൈജു, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അത് കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ഇന്ന് പ്രധാനപ്പെട്ട ചുമതലയിലുള്ള ആരൊക്കെയാണ് അവിടെ ഈ രക്ഷാദൗത്യത്തെ നേരിട്ട് വീക്ഷിക്കാനായെത്തും എന്ന് നേരത്തെ ബൈജു സൂചിപ്പിച്ചിരുന്നു. ആരൊക്കെയാണെന്ന് അവിടെ എത്തുക?
എൽദോ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തു കൂടിയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടത്. നിലവിൽ അത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ പ്രദേശത്തേക്ക് കടക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ NDRFന്റെയും അതുപോലെ തന്നെ മറ്റ് ഫയർഫോഴ്സ്, പോലീസ് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകരുടെ സംഘം മാത്രമാണ് ഇതുവഴി കടന്നുപോയത്. ഒപ്പം 2 or 3 ആംബുലൻസും അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ് 9 മണി ആകുമ്പോഴേക്കും കൃത്യമായി തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. പുലരോളം തെരച്ചിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് 9 മണിക്ക് കാലാവസ്ഥ പ്രതികൂലമാണെന്ന് പറഞ്ഞ് അത്തരത്തിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ആരും തന്നെ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്തിയിട്ടില്ല. മന്ത്രി, അതായത് കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത്തരം ആരും എത്തിയിട്ടില്ല. ഔദ്യോഗികമായി ഏതെങ്കിലും അഭിപ്രായം ഇത് പറയേണ്ട ആളുകൾ ആരും തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നതാണ് വലിയ നിരാശാജനകമായ കാര്യം. എന്നാലും ഒരു നാട് മുഴുവൻ കാത്തിരിക്കുമ്പോഴും ഈ തിരച്ചിൽ ഏത് രീതിയിലാണ് ഇവിടെ പുരോഗമിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എൽദോ, റൈറ്റ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഷിരൂരിൽ അത് കർണാടകയുടെ അങ്ങേയറ്റമാണ്, അവിടെ അങ്കോല അതിനടുത്ത്. അപ്പോൾ അവിടെ വലിയൊരു മണ്ണിടിച്ചിലാണ്. ദേശീയപാതയാണ്. ദേശീയപാതയിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ്. അവിടെ ഈ ലോറികളൊക്കെ പതിവായി അവിടെ നിർത്തി. അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളുകൾ പതിവായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ആ അപകടമുണ്ടായത്. ഏറ്റവും ദൗർഭാഗ്യകരം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടി അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ആ മണ്ണിനടിയിൽ അർജുൻ ഇപ്പോഴും സന്തോഷത്തോടെ ജീവനോടുകൂടി മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കുടുംബം കാത്തിരിക്കുന്നുണ്ട്. കോഴിക്കോടാണ്. അവർ ആ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഷിരൂരിലുണ്ട്. അർജുൻ്റെ സഹോദരനും അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവും സുഹൃത്തുമൊക്കെ ഷിരൂരിൽ ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് MVD ഡിപ്പാർട്ട്മെന്റ് അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരുടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാണെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇനി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായില്ല. ഇന്നലെ മുതലാണ് സംഭവിച്ചത്. കുടുംബത്തിൻ്റെ പ്രതീക്ഷയിൽ, കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ തന്നെ ഏറ്റവും സമാപ്തി ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. നല്ല